السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഏത് രാഷ്ട്രത്തിൽ മുസ്ലിമായും കൊണ്ട് ജീവിച്ചാലും ആ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെയോ നിയമങ്ങളെയോ ഭരണത്തെയോ അട്ടിമറിക്കാതെ തന്നെ, ആ ഭരണ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അച്ചടക്കം പഠിപ്പിക്കപ്പെട്ടവരാണ് പരിശുദ്ധമായ ദീനിൻ്റെ വക്താക്കളാകുന്ന മുഅ്മിനീങ്ങൾ. എന്നാൽ പരിശുദ്ധമായ മതത്തെ കരിവാരിത്തേക്കാനും മറ്റുള്ളവർക്കിടയിൽ പരിശുദ്ധ ദീനിനെ തീവ്രവാദത്തിൻ്റെ ചാപ്പകുത്താനും ഇടവരുന്ന രീതിയിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പലപ്പോഴായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് നേരെ തീവ്രവാദ ആരോപണങ്ങളും തീവ്രവാദത്തിന്റെ ചാപ്പകളും കുത്തുകയും പരിശുദ്ധമായ ദീനിന്റെ ആളുകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയും തെറ്റയുമായി ആക്രമിക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കാനുമുള്ള മരുന്നിട്ട് കൊടുത്തതിൽ മൗദൂദിയുടെ ആശയത്തിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ ലക്ഷ്യം തന്നെ ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കുകയും ആ രാജ്യ നിയമം ആ വ്യക്തിയുടെ മതപരമായ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി വരികയാണെങ്കിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാന്യമായ രീതിയിൽ ശബ്ദിക്കാനും ഭരണാധികാരികളെ അത് ഉണർത്താനുമുള്ള കെൽപ്പും അതിനുള്ള വിവേകവുമുള്ളവരാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾ. എന്നാൽ വിവിധങ്ങളായ സംസ്കാരങ്ങളും മതങ്ങളും ജാതികളും ഉൾക്കൊള്ളുന്ന മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ആ മനുഷ്യർക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം പകർന്നു കൊടുത്ത് ജീവിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ആദർശമാണ് ദീനുൽ ഇസ്ലാം ഒരു മുഅ്മിനിനെ പഠിപ്പിക്കുന്നത് എങ്കിൽ മൗദൂദി നിർമ്മിച്ചെടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് മറ്റു മതസ്ഥർ ഉൾക്കൊള്ളുന്ന രാജ്യത്തുള്ള ജീവിതം ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ചുള്ള ജീവിതമല്ല എന്നും അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾക്ക് കീഴിൽ ആ ഭരണ സംവിധാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവനൊരു പൂർണ്ണ മുസ്ലിം അല്ല എന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അബുൽ അഅ്ല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. 1903 സെപ്റ്റംബർ 25 ഔറംഗാബാദിലാണ് മൗദൂദി ജനിക്കുന്നത്. ആ മൗദൂദിയുടെ മസ്തിഷ്കത്തിൽ ഉദിച്ച ആശയങ്ങളായിരുന്നു ഹുക്കൂമത്തെ ഇലാഹി എന്നും ഇഖാമത്തുദ്ദീൻ എന്നും പരിചയപ്പെടുത്തപ്പെട്ട ലോകത്ത് തീവ്രവാദത്തിന്റെ ചാപ്പകുത്താൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളെ തീവ്രവാദത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്ന അതിതീവ്രമായ ആശയങ്ങൾക്ക് വിത്തുപാകിയത് ഈ മനുഷ്യനിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1941 ഓഗസ്റ്റിൽ ലാഹോറിൽ മതപണ്ഡിതന്മാരും അഭ്യസ്തവിദ്യരുമായ 75ഓളം പ്രമുഖർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നായ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയെന്ന് തഫ്ഹീമുൽ ഖുർആൻ എന്ന മൗദൂദിയുടെ ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ അബുൽ അഅ്ല മൗദൂദി എന്ന ഹെഡിംഗ് ഇട്ടുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. 1941 ലാഹോറിൽ 75ഓളം വരുന്ന വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു ആശയം സ്ഥാപിക്കപ്പെടുമ്പോൾ ആ ആശയം മതത്തിന്റെ പേരിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമെന്ന പേരിൽ കടന്നു വരുമ്പോൾ അവർക്ക് മുന്നിൽ വെക്കാനുണ്ടായ ആശയം ഒരിക്കലും തന്നെ സമാധാനത്തിന്റെ ആശയമായിരുന്നില്ല, സൗഹാർദ്ദത്തിന്റെ കഥ പറയുന്ന ആശയങ്ങളായിരുന്നില്ല, മറിച്ച് തീവ്രവാദത്തിന്റെ ആശയങ്ങളായിരുന്നു. ദൈവികമായ ഭരണം സ്ഥാപിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ സ്ഥാപിതമായതാണ് അബുൽ അഅ്ല മൗദൂദിയുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടിയ ഈ ആശയം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഭരണമുണ്ട്, ഭരണസങ്കല്പമുണ്ട്, രാഷ്ട്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. എന്നാൽ അത് അബുൽ അഅ്ല മൗദൂദിയുടെ മതരാഷ്ട്രവാദമല്ല. ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അബുൽ അഅ്ല മൗദൂദി രാജ്യത്തോ ലോകത്തോ പരിചയപ്പെടുത്തിയ തീവ്രവാദ രാഷ്ട്രീയവുമായിരുന്നില്ല. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ രാഷ്ട്രീയ നിലപാടുകളോടും മതപരമായ കാഴ്ചപ്പാടുകളോടും വിഭിന്നമായ ഒരാശയത്തെയാണ് മൗദൂദി ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ മൗദൂദി എന്ന ആശയം ഈ സമൂഹത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ ആശയത്തെ എതിർത്തു പോന്നു. കാലങ്ങളായി പണ്ഡിതന്മാർ ഈ ആശയത്തിന്റെ തീവ്രതയും ഈ ആശയം സമൂഹത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന അപകടവും സൂചിപ്പിക്കുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന വേളയിൽ കേരളത്തിൽ എന്തുകൊണ്ട് അബുൽ അഅ്ല മൗദൂദിയുടെ ആശയത്തിന് വേര് പിടിക്കാതെ പോയി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമസ്ത കേരള
കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ ഈ തീവ്രവാദ ആശയത്തെ നിലനിർത്താൻ മലബാറിന്റെ മണ്ണിൽ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രമായ ആശയത്തിന് വേരോട്ടം ലഭിച്ച ഏതെല്ലാം പ്രദേശങ്ങളുണ്ടോ ആ പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതം മുഴുവനും നേറിയ ജീവിതമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അതിതീവ്രമായ ആശയങ്ങളുടെ കരാളഹസ്തങ്ങളിൽ അമർന്നുപോയ ഏത് രാജ്യമുണ്ടോ ആ രാജ്യത്തുള്ള മനുഷ്യരുടെ ജീവിതം വളരെ ദുർഘടമായ ജീവിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഉദാഹരണമാണ് ശ്രീലങ്ക, അതിന് മറ്റൊരു ഉദാഹരണമാണ് പാകിസ്ഥാൻ, അതിന്റെ ഉദാഹരണമാണ് ബംഗ്ലാദേശ്. കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ വെടിയൊച്ചകൾ നിലക്കാത്ത മനുഷ്യർ നേരം പുലരുമ്പോൾ വെടിയൊച്ചകൾ കേട്ടുകൊണ്ടും മിസൈലുകൾ കണ്ടുകൊണ്ടും രക്തത്തിൽ കുളിച്ച ജീവിതം മാത്രം പരിചയമുള്ള കാശ്മീരിന്റെ മണ്ണിനെ സംവിധാനിച്ചതിലും സമ്മാനിച്ചതിലും ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ വളർത്തിയെടുത്ത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് ചരിത്രം വസ്തുനിഷ്ഠമായി പഠിച്ചെടുക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പണ്ഡിതന്മാർ കൃത്യസമയത്ത് ഉണർത്തിയതും മലബാറിന്റെ മണ്ണിൽ അത് നിലനിർത്താൻ അനുവദിക്കാത്ത വിധം ഈ സമൂഹത്തെ പ്രത്യേകമായി ഈ ആശയത്തിന്റെ അപകടം പണ്ഡിതന്മാർ കാലങ്ങളായി ഉണർത്തിയതും ഈ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന ജമാഅത്തെ ഇസ്ലാമി മുഖേന ഉണ്ടാകുന്ന അപകടം സമൂഹത്തെ ഉണർത്തിയപ്പോൾ അത് കാലങ്ങളായി സമൂഹം ഉൾക്കൊണ്ടുപോകുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിതീവ്രമായ ആശയങ്ങൾ അറിയാത്തവരല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം തീവ്രവാദപരമാണെന്നും അത് ഉൾക്കൊള്ളാൻ പാടില്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയെ രാജ്യത്ത് വളരാൻ അനുവദിച്ചാൽ ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ എടുത്ത് മടിയിൽ വെച്ചാൽ ആ ജമാഅത്തെ ഇസ്ലാമിയാകുന്ന ആശയം വളർന്നു വന്നുകൊണ്ട് അവരുടെ ആസനം തുളച്ചു കയറുന്ന ഒരു തെങ്ങായി മാറും. പിന്നീട് അവർക്ക് നിയന്ത്രിക്കാനോ പിടിച്ചു നിർത്താനോ കഴിയാത്ത വിധം അതവരെ പിടികൂടുകയും അവരുടെ ജീവിതത്തെ അത് ഉലക്കുകയും ചെയ്യും. അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ബാധിക്കുന്ന വൈറസായി, സമാധാനം കെടുത്തുന്ന വൈറസായി മാറുമെന്നും മനസ്സിലാക്കിയവർ മതപണ്ഡിതന്മാർ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ളവരും ഇത് മനസ്സിലാക്കിയവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലപാടെന്തായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്? അവരുടെ AICC എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അവരുടെ പ്രബോധനം ജമാഅത്തെ ഇസ്ലാമി 50-ാം വാർഷിക പതിപ്പ്, ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഈ 50-ാം വാർഷിക പതിപ്പിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാകുന്ന എന്നും സംഘപരിവാറിന്റെ അക്രമങ്ങളും തിട്ടൂരങ്ങളും നമുക്ക് തലക്ക് മുകളിൽ വന്നു നിൽക്കുമ്പോഴും ഒരു ചെറിയ സമാധാനത്തിന്റെ തിരിവട്ടം ഒരു മനുഷ്യന്റെ മനസ്സിൽ ബാക്കിയാകുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതാണെങ്കിൽ, കോൺഗ്രസ് എന്ന മതേതര ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അചഞ്ചലമായ നിലപാടെന്തായിരുന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ, ഏതെങ്കിലും സാഹചര്യത്തിലുള്ള താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ മണ്ണിട്ട് മൂടിപ്പോകാൻ പാടില്ല. എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? പ്രബോധനം ജമാഅത്തെ ഇസ്ലാമി 50-ാം വാർഷിക പതിപ്പിന്റെ 228-ാം പേജിൽ അടിയന്തരാവസ്ഥ എന്നുള്ള ഒരു ഹെഡിങ് കൊണ്ടുവന്ന് അവിടെ എഴുതുകയാണ്, 70-കൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ കാലഘട്ടമായിരുന്നു. ജമാഅത്തിനെ നിരോധിക്കണമെന്നുള്ള ശക്തിയായ മുറവിളി കേട്ടുകൊണ്ടാണ് ഈ ദശകത്തിലേക്ക് പ്രസ്ഥാനം കാലെടുത്തു വെച്ചത് തന്നെ. AICC ആണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുപ്രധാന രാഷ്ട്രീയ വിഭാഗമാകുന്ന AICC ആണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആദ്യമായി നിലപാട് സ്വീകരിച്ചത് എന്ന് 50-ാം വാർഷിക പതിപ്പിൽ എഴുതി വെക്കുകയാണ്. പിന്നീട് മീറത്തിൽ വർഗീയ വിരുദ്ധ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രസംഗിക്കവേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു, RSSനെയും ജമാഅത്തിനെയും നിരോധിക്കാതെ വർഗീയത തുടച്ചുമാറ്റാൻ സാധ്യമല്ലെന്ന്. മീറത്തിൽ ഇന്ദിരാഗാന്ധി പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഈ രാജ്യത്തെ സമാധാനം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് മനുഷ്യർ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് സൗഹാർദ്ദത്തോടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജൈനനും ബുദ്ധനും ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തോടുകൂടെ തോളോട് തോള് ചേർന്ന് മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തിന്റെ ശത്രുക്കളായ മതരാഷ്ട്രവാദം എന്ന അതിഭീകരമായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ടുകൊണ്ട് ഈ വിഭാഗങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്നും, ഈ വിഭാഗങ്ങൾ ഈ രാജ്യത്ത് ശക്തിയാർജിച്ചാൽ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല എന്നും ഇന്ദിരാഗാന്ധി പ്രഭാഷണത്തിലൂടെ ഉന്നയിച്ചതാണ് അവർ അവരുടെ തന്നെ 50-ാം വാർഷിക പതിപ്പിൽ രേഖപ്പെടുത്തി വെച്ചത്. രാഷ്ട്രീയമായ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടിയും 4 വോട്ടിന് വേണ്ടിയും താൽക്കാലിക വിജയത്തിന് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വസ്തുത എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
പറയാനുള്ളത്. നിലമ്പൂർ ഇലക്ഷൻ വന്നു. ആ ഇലക്ഷനിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു. നമുക്കൊക്കെ അറിയാം, മലയാള നാട്ടിൽ ജീവിക്കുന്ന അരിഭക്ഷണം കഴിക്കുന്ന ഏത് മനുഷ്യനും അറിയാം നിലമ്പൂർ എത്ര വോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിലമ്പൂർ അങ്ങാടിയിലൂടെ ഒരു പ്രകടനം നടത്തണമെന്നുണ്ടെങ്കിൽ കുട്ടികളെയും മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുവന്ന് ഇറങ്ങിയാലും അതിൽ ബാനർ പിടിക്കാൻ 2 ആളെ നിർത്തിയാൽ പിന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ എത്ര ആളുണ്ടാവും എന്നുള്ളത് അരിഭക്ഷണം തിന്നുന്ന മനുഷ്യന്മാർക്കൊക്കെ, അന്തമുള്ള വിവരമുള്ള മനുഷ്യന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് തങ്ങളുടെ ഊതി വീർപ്പിച്ച കേവലമായ മിഥ്യയായ ശക്തി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാക്കി ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഓരോ ഇലക്ഷനുകളിലും ജമാഅത്തെ ഇസ്ലാമി പുലർത്താറുള്ളത് എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം കൊണ്ട് 4 വോട്ട് നഷ്ടപ്പെടുകയല്ലാതെ ഒരു പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയപരമായ നിലപാടുള്ള, രാഷ്ട്രീയപരമായ വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരനും ചിന്തിക്കുമെന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും തന്നെ കഴിയുകയില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ പിന്തുണ കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമൂഹത്തിൽ നിന്ന് ശബ്ദമുയരുകയും ചെയ്തപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണെന്ന് ചർച്ചയായപ്പോൾ ആ ആശയത്തെ വെളുപ്പിക്കാനും തങ്ങൾ തീവ്രവാദത്തിന്റെ വക്താക്കളല്ല എന്ന് പറഞ്ഞ് നല്ല മേനി നടിക്കാനും വേണ്ടി രംഗത്ത് വരികയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. ഞാൻ പത്രസമ്മേളനം നടത്താൻ തുടങ്ങിയത് മുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മതരാഷ്ട്രവാദ ചോദ്യം. ആ ചോദ്യം ഏതൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഏത് കാലത്തും കേട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പെരടിയിൽ നിന്ന് ഒഴിവാവണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തിരുത്തി എഴുതണം. മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമായ ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം സ്ഥാപിക്കപ്പെടണമെന്നും ദൈവിക ഭരണം സ്ഥാപിക്കപ്പെടാത്തിടത്തൊരു മുസ്ലിമിന്റെ ജീവിതം സാധ്യമല്ലെന്നും പൂർണ്ണമല്ലെന്നും പറഞ്ഞ നിങ്ങളുടെ ഭരണഘടന തിരുത്തി എഴുതാത്തിടത്തോളം കാലം മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, സമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മതരാഷ്ട്രവാദം നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് പഠിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഏറെ പതിറ്റാണ്ട് കാലം അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ സാഹിത്യങ്ങളുണ്ട്, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ എഴുത്ത്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊരു പഠനത്തിന് നമുക്ക് വിധേയമാക്കാം. അതിന് ജമാഅത്തെ ഇസ്ലാമി തന്നെ എഴുതി വെച്ച പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് ധാരാളമായി ആ വിഷയത്തിൽ ലഭിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ എന്താണ് രേഖപ്പെടുത്തി വെച്ചത്? ഈ ദീനിന്റെ ഇഖാമത്ത് കൊണ്ടുള്ള വിവക്ഷ യാതൊരുവിധ പരിച്ഛേദനവും വിഭജനവും കൂടാതെ ഈ ദീനിനെ മുഴുവനുമായി ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടെ പിന്തുടരുകയും വ്യവസ്ഥയുടെ പുരോഗതിയും സമൂഹത്തിന്റെ നിർമ്മാണവും രാഷ്ട്രത്തിന്റെ സംവിധാനവും എല്ലാം തന്നെ ഈ ദീനിന് അനുരൂപമായിരിക്കുമാർ മനുഷ്യജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ സകല തുറകളിലും ഇതിനെ പൂർണ്ണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുക എന്നുള്ളതല്ല. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ സംവിധാനം അനുവദിക്കുന്ന രീതിയിലുള്ള പ്രബോധന പ്രവർത്തനവും നടത്തുക എന്നുള്ളതല്ല. മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ ആ സമൂഹത്തിൽ നടപ്പിൽ വരുത്തണമെന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമെന്ന് നിങ്ങളുടെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഗണ്ണിക 4 രേഖപ്പെടുത്തി വെച്ചു എന്ന് നിങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഗണ്ണിക 4 നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ എന്നാണ് പത്രക്കാർക്ക് മുന്നിൽ നിങ്ങൾ വിളിച്ചു പറയേണ്ടത്. നിങ്ങൾ ചാനലുകാരെ വിളിച്ച് തുറന്നു പറയണം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇതാ ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു. എത്ര വലിയ അപകടകരമാണ് നിങ്ങളുടെ വാദം. ഭരണകൂടത്തെ അംഗീകരിക്കൽ കുഫ്റാണ് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? ഒരു ഭരണകൂടം ഒരു രാജ്യത്ത് മാന്യമായ രീതിയിൽ ഭരണം നടത്തുന്ന ഭരണകൂടത്തെ അംഗീകരിക്കൽ കുഫ്റാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചവരാണ് നിങ്ങൾ. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ നേതാവ് അബുൽ കലാം മൗദൂദിയുടെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണിത്. ഖുതുബാത്ത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ പ്രസിദ്ധീകരിച്ച, കാലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച 1952 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം. അന്ന് ഇതിന് വില 3 രൂപയാണ്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ എന്താണ് എഴുതി വെച്ചത്? ഭരണകൂടത്തിന് കീഴ്പ്പെടൽ കുഫ്റാകുന്നു എന്നല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് നെട്ടൽ നിവർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന മതേതരത്വവും രാഷ്ട്രസ്നേഹവും സൗഹാർദ്ദവും കപടമല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചതിനെ കുറിച്ച് എന്താണ് നിലപാട് എന്ന് നിങ്ങൾ പറയണം. അബുൽ കലാം മൗദൂദിയുടെ ഈ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച് നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഈ ഖുതുബാത്തിന്റെ 84-ാമത്തെ പേജിൽ പറയുന്നത് കുഫറും ദുർമാർഗവും ഉത്ഭവിക്കുന്ന 3 വൻകിട മാർഗങ്ങളാണ് മേൽ പ്രസ്താവിച്ചത്. 1 സ്വേച്ഛക്കടിമപ്പെടുക, 2 പൂർവികന്മാരുടെയും ഗോത്രക്കാരുടെയും ആചാരങ്ങൾക്ക് കീഴ്പ്പെടുക, 3 അല്ലാഹുവിന്റെ നിയമശാസനകളെ ഉപേക്ഷിച്ച് സൃഷ്ടികളുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവിന്റെ, ഇനി ശ്രദ്ധിക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറടക്കം ജമാഅത്തെ ഇസ്ലാമിക്കാർ കപടനാടകം കളിച്ച് ഈ സമൂഹത്തിൽ ഞങ്ങൾ മതേതരവാദികളാണെന്നും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്നും പറഞ്ഞുള്ള ആ കപട നാടകം കളിക്കുമ്പോഴേ നിങ്ങൾ എഴുതി വെച്ചതിനെ കുറിച്ചുള്ള നിലപാട് പറയണം. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ, മുതലാളി വർഗം, പുരോഹിതന്മാർ, നേതാക്കന്മാർ, വഴിപിഴച്ച സമുദായങ്ങൾ മുതലായവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഭരണാധികാരികൾക്ക് വഴിപ്പെടൽ, പരിശുദ്ധമായ ശരീഅത്തനുസരിച്ചല്ലാതെ ഭരണം നടത്തുന്ന, പരിശുദ്ധ ദീൻ ഉൾക്കൊള്ളാത്ത ഇതര മതസ്ഥർ ഭരണാധികാരികളായി വന്നാൽ അവർക്ക് വഴിപ്പെടൽ കുഫറാകുന്നു എന്ന് അബുൽ അഅ്ല മൗദൂദി നടത്തിയ പ്രഭാഷണം നിങ്ങൾ ക്രോഡീകരിച്ച് ഈ സമൂഹത്തിൽ ഉളുപ്പില്ലാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നാണ് നിങ്ങൾ ഈ സമൂഹത്തോട് പറയേണ്ടത്. എത്രത്തോളം വൃത്തികെട്ട ആശയങ്ങളായിരുന്നു നിങ്ങളുടെ ആശയം. ഈ മതത്തെ നിങ്ങൾ എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള സുന്ദരമായ ഏത് ഇതര മത സുഹൃത്തിനും ഒരിക്കലും തന്നെ ഭീതിയോടെയോ ഭീകരതയോടെയോ നോക്കിക്കാണേണ്ട ആവശ്യമില്ലാത്ത വിധം സുന്ദരമായി നിർവഹിക്കപ്പെടുന്ന മതത്തിന്റെ ഇബാദത്തുകളെ നിങ്ങൾ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തിയത് മതരാഷ്ട്രവാദത്തിന് നിലമൊരുക്കുന്ന, മതരാഷ്ട്രവാദം എന്ന ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ, അതിന് പട്ടാളമായി പ്രവർത്തിക്കാനുള്ള ഒരു പട്ടാള പരിശീലനമാണ് നിസ്കാരവും ഹജ്ജും പരിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളുമെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കേവലമായ ആരോപണമല്ല. ചുരുക്കത്തിൽ ദിനം പ്രതി 5 തവണ ഓരോ പള്ളികളിൽ വെച്ചും സംഘം ചേർന്നുള്ള നമസ്കാരം മൂലം ഈ വിധം പരിശീലിപ്പിക്കുന്നതിന്റെ അർത്ഥം ഒരു ചെറിയ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് സുശക്തവും വിപുലവുമായ ഒരു ഭരണകൂടത്തെ നടത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് ഉൾക്കൊള്ളുന്ന മൗദൂദി സങ്കല്പിക്കുന്ന മതരാഷ്ട്രം, ആ മതരാഷ്ട്രത്തിന് നിലമൊരുക്കാനാണ്. പട്ടാളക്കാരായി, പോരാളികളായി രംഗത്തിറങ്ങാനുള്ള അഭ്യാസം ലഭിക്കാനാണ്. 5 വക്ത് പള്ളികളിൽ നടക്കുന്ന സുന്ദരമായ പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ഇബാദത്താകുന്ന 5 വക്ത് ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് ഈ മതത്തെ തീവ്രവാദത്തിന്റെ ആലയിലേക്ക് കെട്ടാൻ വേണ്ടി ഈ മതത്തിനെതിരെ ചാരപ്പണിയെടുത്തവരാണ് നിങ്ങൾ. നിലപാട് പറയണം. നിങ്ങളൊരു സുപ്രഭാതത്തിൽ വരിക, നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 4 കോൺഗ്രസ്സുകാർ കഥയറിയാതെ നിങ്ങളെ വാഴ്ത്തുന്നുണ്ട് എന്ന് കണ്ട് അതിന്റെ തണലിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ച തീവ്രവാദത്തെ മറച്ചു വെക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് സമൂഹം വിട്ടുതരില്ല. നിങ്ങൾ തീവ്രവാദികളായി ജീവിക്കണമെന്ന് ഞങ്ങൾക്കാർക്കും നിർബന്ധമല്ല. നിങ്ങൾ തീവ്രവാദികളായിട്ടേ നിങ്ങളെ പരിചയപ്പെടുത്താമോ എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം വേണം, RSSന്റെ തീവ്രമായ ആശയം ഉയർത്തിപ്പിടിച്ച് അവർ ഈ രാജ്യത്ത് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എത്രത്തോളം അപകടകരമായി ഈ സമൂഹം കാണുന്നുണ്ടോ അതേ രീതിയിൽ കാണപ്പെടേണ്ട ആശയമാണ് നിങ്ങളുടെ. അല്ല എങ്കിൽ നിങ്ങളെ മതേതര ചേരിയിൽ ഈ സമൂഹം ചേർത്ത് നിർത്തണമെങ്കിൽ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ ഭരണഘടന എടുത്ത് ഞങ്ങൾ തോട്ടിലെറിഞ്ഞു എന്ന് ഇന്നുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ കുമ്പസരിച്ചേ പറ്റുള്ളൂ. അബുൽ അഅ്ല മൗദൂദിയുടെ ആശയം ഞങ്ങൾ തോട്ടിലെറിഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ഹുകൂമത്തെ ഇലാഹി എന്ന ആശയം ഞങ്ങൾ തോട്ടിലെറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾ കളിക്കുന്ന കളി കാപ്പട്യത്തിന്റെ കളിയാണ് എന്ന് ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഉണർത്തുക തന്നെ ചെയ്യും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കണമെന്നല്ലേ നിങ്ങളുടെ മൗദൂദി പഠിപ്പിച്ചത്. ആ മൗദൂദി എന്ന ആശയം നിങ്ങളുടെ ആശയമല്ലെങ്കിൽ മൗദൂദിയുടെ പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ച് സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന മതേതര രാഷ്ട്രത്തിൽ എന്തിന് നിങ്ങൾ ഈ പുസ്തകം വിറ്റയിച്ചു? എന്തിന് ഈ രാഷ്ട്രത്തിൽ ഈ ആശയം നിങ്ങൾ ഒരു കാലത്ത് വിളിച്ചു പറഞ്ഞു? മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ എന്തേ നിങ്ങൾ എഴുതി വെച്ചത്? നിങ്ങൾ ഏത് പരിസ്ഥിതിയിൽ താമസിക്കുന്നവരാകട്ടെ അവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായി സർവ്വസന്നാഹങ്ങളോടെ എഴുന്നേൽക്കുകയും ഭരണത്തിന്റെ അബദ്ധമായ അടിസ്ഥാനത്തെ മാറ്റി സുബദ്ധമാക്കി തീർക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാത്തവരും അനിയന്ത്രിതരും സ്വാർത്ഥികളുമായ തമ്മാടികളിൽ നിന്ന്, ശരീഅത്തനുസരിച്ചല്ലാത്ത ഭരണം നടത്തുന്ന ഭരണാധികാരികളെ കുറിച്ച് നിങ്ങളെ പ്രയോഗമാണ്. അനിയന്ത്രിതരും സ്വാർത്ഥികളുമായ തമ്മാടികളിൽ നിന്ന് നിയമനിർമ്മാണത്തിനും വിധി കർത്തൃത്വത്തിനുമുള്ള അധികാര ശക്തികളെ എടുത്തുമാറ്റി അള്ളാഹുവിന്റെ അടിമകളുടെ നേതൃത്വവും നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ അവന്റെ നിയമമനുസരിച്ച് ഭരണ ഏർപ്പാടുകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് സ്വയം നിർബന്ധമായി തീരുന്നതാകുന്നു. ഒരു രാഷ്ട്രത്തിൽ സമാധാനപൂർണമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അവർ പരിശുദ്ധമായ ദീൻ ഉൾക്കൊള്ളുന്നവരാവണമെന്നില്ല. ഒരു മുഅ്മിന് മുഅ്മിനായി ജീവിക്കാൻ, ഞാനൊരു മുസ്ലിമാണെന്ന അഡ്രസ്സിൽ ജീവിക്കാൻ ഒരിക്കലും തന്നെ മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തണമെന്നില്ല. ഏത് വിശ്വാസം ഉൾക്കൊള്ളുന്നവനാണെങ്കിലും അവന്റെ കീഴിൽ സമാധാനത്തോടുകൂടെ ഈ മതത്തിന്റെ സുന്ദര സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമെങ്കിൽ മൗദൂദികളെ നിങ്ങൾക്കതിന് കഴിയില്ല എന്നാണ് എഴുതി വെച്ചത്. അത്തരത്തിലുള്ള ഭരണാധികാരികളെ നിങ്ങൾ പരിചയപ്പെടുത്തിയത് തമ്മാടികളെന്നാണ്. ആ
തമ്മാടികളിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള കലാപത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന പ്രഭാഷണങ്ങളായിരുന്നു നിങ്ങളെ നേതാവ് നടത്തിയത്. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊരു യോജിപ്പില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഖുതുബാത്ത് എന്ന പേരുള്ള ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി ഈ മലയാള നാട്ടിൽ നിങ്ങൾ വിൽപ്പന നടത്താൻ പാടുണ്ടായിരുന്നോ? സുന്ദരമായ ഈ രാജ്യത്ത് നിങ്ങൾ വിൽപ്പന നടത്താൻ പാടുണ്ടായിരുന്നോ? സൗഹാർദ്ദത്തോടുകൂടെ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യന് തന്റെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ അശാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി ഈ രാജ്യം നേടിയെടുത്ത സുന്ദരമായ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വിത്ത് വിതറുന്ന ഈ പുസ്തകം നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു. മറുപടി പറയണം. പഴയ കാലങ്ങളിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മറന്ന് ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെ എടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാഷാണത്തെ പിടിച്ച് മടിയിലിരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരൻ ചിന്തിക്കണം. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്ക് തന്നെയാണ്. രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ പാർട്ടി വ്യത്യാസമില്ലാതെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തലോടിയിട്ടുണ്ടാകും. പക്ഷേ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടം രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ അനുഭവിക്കുന്നത് അതിഭീകരമായ സാഹചര്യമായിരിക്കുമെന്നുള്ളത് ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഇസ്ലാമി ഇന്ന് വരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ രേഖകളാണ് നമ്മൾ വായിച്ചത്. ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ചത് മുഴുവനും മതരാഷ്ട്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മൂവ്മെന്റാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ നാലയലത്ത് വെക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ആ സുന്ദരമായ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവവും ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വത്തിലോ പ്രവർത്തന രീതികളിലോ കാണാനും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനും പ്രവാചകന്റെ തിരിച്ചെഞ്ചിയും ജമാഅത്തെ ഇസ്ലാമിന്റെ ഭരണഘടനയിൽ പറഞ്ഞ ആശയമാണ് നമ്മൾ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിന്റെ ഭരണഘടനയിലും അല്ലാതെയുമായിട്ട് നിങ്ങൾ അടിക്കടിയായി സമൂഹത്തിൽ പ്രചരിപ്പിച്ച ആശയമാണ് പറഞ്ഞത്. പരിശുദ്ധമായ ശരീഅത്ത് നടപ്പിലാക്കപ്പെടാത്ത ഒരു രാജ്യത്ത് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമല്ല, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങളെ ഭരണഘടനയുടെ 4-ാം ഖണ്ഡികയിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങൾ അടിക്കടിയായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രബോധന മാസിക എത്രയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇതൊക്കെ പറഞ്ഞത്? ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞാലേ എങ്ങനെയാണ് ഇതൊക്കെ മറുപടി പറഞ്ഞു തീരാ? എത്ര നിങ്ങൾ തള്ളേണ്ടി വരും? ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്ത ആശയങ്ങൾ മുഴുവനും അബദ്ധമായിരുന്നു, തീവ്രവാദമായിരുന്നു എന്നൊന്ന് തുറന്ന് പറയൂ നിങ്ങൾ. പ്രബോധന മാസിക 1985 ഏപ്രിൽ 1 ജമാഅത്തെ ഇസ്ലാമിയും തെരഞ്ഞെടുപ്പുകളും. ഒരു ഹെഡിങ് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ദൈവമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. ഇഖാമത്തുദ്ദീൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലയിൽ അധിഷ്ഠിതമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തുക എന്നതാണ് ജമാഅത്തിന്റെ ലക്ഷ്യം. യാതൊരു പരിച്ഛേദനവും വിഭജനവും കൂടാതെ ഈ ദീനിനെ സമ്പൂർണ്ണമായി ആത്മാർത്ഥതയോടെ പിന്തുടരുകയും വ്യക്തിജീവിതവും സാമൂഹ്യ ഘടനയും രാഷ്ട്രീയ സംവിധാനവുമെല്ലാം അതിനനുരൂപമായി തീരുമാറി മനുഷ്യ ജീവിതത്തിന്റെ വ്യഷ്ടിഗതവും സമഷ്ടിഗതവുമായ സകല തുറകളിലും ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ പരിപൂർണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് ഇഖാമത്തുദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യൽ മാത്രമല്ല, രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതസ്പർദ്ധ വളർത്താതെ, കലാപങ്ങൾ ഉണ്ടാക്കാതെ, മറ്റു മതസ്ഥർക്കിടയിൽ വർഗീയ വിദ്വേഷം വിതറാതെ മതം പ്രബോധനം ചെയ്യുക എന്നുള്ള രീതി ആയിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറെ. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു രീതി ആയിരുന്നില്ല നിങ്ങളുടെ ആശയം. മറിച്ച് സമൂഹത്തിന്റെ ഇടയിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്ന ആ മതരാഷ്ട്ര സങ്കല്പത്തെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്താണ് നിങ്ങളുടെ നേതാവ് അബുൽ അഅ്ല മൗദൂദി തന്നെ ഇഖാമത്തുദ്ദീൻ കൊണ്ട് അർത്ഥമാക്കുന്നതായി പഠിപ്പിച്ചത്? ഇടയിലൊരു കാര്യം പറയട്ടെ, സന്ദർഭോചിതമായ ഒരു കാര്യം പറയട്ടെ. ഹുകൂമത്തെ ഇലാഹി എന്ന ആശയവുമായിട്ട് നിങ്ങൾ വരുമ്പോ, ദൈവിക ഭരണം എന്നുള്ള ആശയവുമായിട്ട് നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് ധാരാളം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിമർശനമാണ് നിങ്ങൾ പറഞ്ഞ ഇന്ദിരാഗാന്ധി വരെ എതിർത്തു എന്നുള്ളത്, AICC വരെ എതിർത്തു എന്നുള്ളത്. ഈ രാജ്യത്തുള്ള വിവരമുള്ള രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവും ഈ ആശയത്തിന്റെ അപകടം മനസ്സിലാക്കി നിങ്ങളെ എതിർക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ അഭിമുഖീകരിച്ച കാലയളവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനത്തിന് വേണ്ടി മുറവിളി ഉയരുകയും ചെയ്തപ്പോ തൽക്കാലം നിങ്ങൾ ഹുകൂമത്തെ ഇലാഹി എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നിങ്ങളൊന്ന് ഉൾവലി. അത് നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഹുകൂമത്തെ ഇലാഹിയിലൂടെ ദൈവികമായ ഭരണം എന്ന നിങ്ങളുടെ ആശയം ഏത് രീതിയിലാണോ നിങ്ങൾ കണ്ടത്, അതേ രീതിയിൽ ആ ആശയത്തെ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അതിനുള്ള പ്രയോഗത്തിലൊന്നും മയം വരുത്തി. അതായിരുന്നു ഇഖാമത്തുദ്ദീൻ. ഇഖാമത്തുദ്ദീൻ, ദീനിനെ സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുകൂമത്തെ ഇലാഹി എന്നുള്ള മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നുള്ള ഒരു പിന്നോട്ട് നടത്തമായിരുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്മാറ്റമായിരുന്നില്ല. മറിച്ച് ഈ 50-ാം വാർഷിക പതിപ്പിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുകൂമത്തെ ഇലാഹിയെ പരിചയപ്പെടുത്തുന്നത് സമൂഹം അറിയണം, രാഷ്ട്രീയ നേതൃത്വം അറിയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര സങ്കല്പം എന്ന ആശയത്തിൽ
നിന്ന് അവർ മാറിയിട്ടുണ്ടെന്നും അവർക്ക് നല്ല പിള്ളയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജമാഅത്തിനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി തലവിടുന്ന ഏത് രാഷ്ട്രീയക്കാരനും അറിയാതെ പോകരുതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണെന്നുള്ളത്, ഇവരെത്രത്തോളം വർഗീയവാദികളാണെന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രഥമ ഭരണഘടനയിൽ സംഘടനയുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരുന്നത് ഹുക്കൂമത്തെ ഇലാഹിയ, ദൈവിക ഭരണമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ പറയാ ഭരണഘടന വായിക്കണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളാ പറയുന്നത്, നിങ്ങളെ ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയമായി രേഖപ്പെടുത്തിയത് ദൈവിക ഭരണമാണ്. ജമാഅത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണക്ക് കാരണമായി തീരുന്നുവെന്ന് കണ്ട് പിന്നീട് ഭരണഘടനയിൽ നിന്ന് ആ പദം പിൻവലിക്കുകയും പകരം ഇഖാമത്തുദ്ദീൻ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. നിങ്ങളെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ഈ വിശലത്തമായ ആശയം നിങ്ങൾക്ക് തന്നെ സ്വയം നിലനിൽക്കാൻ ഭീഷണിയാകുമെന്ന് കണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റി ഇഖാമത്തുദ്ദീൻ എന്നാക്കി മാറ്റി. അപ്പൊ മൗദൂദികൾ പറയും ഞങ്ങളിപ്പോ നല്ല കുട്ടികളെയാണ്. ഇല്ല, നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹിയിലൂടെ എന്ത് കാര്യമാണോ ലക്ഷ്യമാക്കിയത് അതേ ലക്ഷ്യം തന്നെയാണ് നിങ്ങളെ ലക്ഷ്യം. പ്രയോഗത്തിലൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇത് പ്രയോഗത്തിൽ പരിമിതമായ ഒരു വ്യത്യാസപ്പെടുത്തലായിരുന്നു. കേവലമായ പ്രയോഗത്തിലുള്ള ഒരു നാടകം കളിയാണ് എന്ന് നിങ്ങളായി എഴുതി വെക്കുന്നത്. വാസ്തവത്തിൽ ഹുക്കൂമത്തെ ഇലാഹി കൊണ്ട് ജമാഅത്ത് എന്തെല്ലാമാണോ ഉദ്ദേശിച്ചിരുന്നത് അതൊക്കെ തന്നെയാണ് ഇഖാമത്തുദ്ദീൻ കൊണ്ടും അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം എന്നുള്ള അടിസ്ഥാന ആശയം നിങ്ങളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മറുപടി പറയണം. ഈ സുന്ദരമായ മതേതരത്വത്തിന്റെ വായു ആസ്വദിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് പറയാൻ പറ്റിയ ആശയമാണോ നിങ്ങളുടെ മതരാഷ്ട്രവാദം? താൽക്കാലികമായി എതിർപ്പ് എന്ന് നിങ്ങൾ ഒന്ന് ചുവട് മാറ്റി ഇഖാമത്തുദ്ദീനിലേക്ക്. അതും നിങ്ങളുടെ ആശയത്തിലുള്ള മാറ്റം വരുത്തലായിരുന്നില്ല. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇന്ന് രാഷ്ട്രീയത്തിലും ഇലക്ഷനിലൊക്കെ നിങ്ങൾ ഇടപെടുന്നത് പോലെ അത് നിങ്ങളുടെ കേവലമായ നിങ്ങളുടെ താൽക്കാലികമായ നിലനിൽപ്പിന് ഒരു മാർഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു നാടകം കളിയായിരുന്നു എന്ന് നിങ്ങളാണ് എഴുതി വെച്ചത്. എന്നിട്ട് ഈ ഇഖാമത്തുദ്ദീൻ എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യത്തെ ഏത് രീതിയിലാണ് നിങ്ങളെ നേതാവ് പരിചയപ്പെടുത്തിയത് അതൊക്കെ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. മതം സമാധാനത്തോടുകൂടെ പ്രചരിപ്പിക്കുക, പ്രബോധനം ചെയ്യുക എന്നല്ല. നിങ്ങളുടെ നേതാവിന്റെ ഗ്രന്ഥമാണ് തഫ്ഹീമുൽ ഖുർആൻ. അബുൽ അഅ്ല മൗദൂദിയുടെ ഗ്രന്ഥമാണ് തഫ്ഹീമുൽ ഖുർആൻ. ഈ തഫ്ഹീമുൽ ഖുർആനിലെ ഒരു പ്രത്യേക ഭാഗമാണ് 50ാം വാർഷിക പതിപ്പിൽ കൊണ്ടുവരുന്നത്. തഫ്ഹീമുൽ ഖുർആനിലെ എന്താണ് ഇഖാമത്തുദ്ദീൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് മൗദൂദി പഠിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സുന്ദരമാണ് എന്ന് പറയാൻ വേണ്ടി വല്ലാതെ റിസ്ക് എടുക്കുന്ന അമീർ ഇതൊക്കെ ഒന്ന് മറുപടി പറയണം. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇവിടെ നാം 2 ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഒന്ന്, ദീനിനെ സ്ഥാപിക്കുക എന്നാൽ എന്താണ് അർത്ഥം? 2, സ്ഥാപിക്കാനും പിന്നെ നിലനിർത്താനും കൽപ്പിക്കപ്പെട്ട ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തുന്നതിന്റെ രീതി എങ്ങനെയെന്ന് പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ പദാർത്ഥപരമല്ലാത്ത ആശയപരമായ ഒരു കാര്യത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ പോലെയുള്ള പദാർത്ഥപരമല്ലാത്ത ആശയപരമായ ഒരു കാര്യം, ആ കാര്യത്തെ സംബന്ധിച്ച് നിലനിർത്തുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ സംഗതിയെ പ്രബോധനം ചെയ്യുക എന്ന് മാത്രമല്ല, പ്രത്യുത അർഹമായ രീതിയിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, പ്രചരിപ്പിക്കുക, നടപ്പാക്കുക എന്നൊക്കെയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു മടിയില്ലാതെ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ അഅ്ല മൗദൂദി ആ ഇഖാമത്തുദ്ദീൻ കൊണ്ട് വിവക്ഷിക്കുന്നത് പ്രചരണമല്ല, പരിശുദ്ധമായ ദീനിന്റെ സുന്ദര ആശയങ്ങളെ മനുഷ്യരിലേക്ക് പ്രചരിപ്പിക്കലല്ല, മറിച്ച് അത് നടപ്പിലാക്കൽ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ എഴുതി വെക്കുകയാണ്. ആ തഫ്ഹീമുൽ ഖുർആനിലുള്ള ലേഖനത്തെയാണ് 50ാം വാർഷികത്തിലേക്കും നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതും തീവ്രവാദമാണ്. അതൊരിക്കലും തന്നെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയവുമാണ്. ജീവിതത്തിൽ ദൈവശാസ്ത്രം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിന്റെ കൂടി ഭാഗമാണ് അതത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കും നിയമവ്യവസ്ഥകൾക്കും അനുസരിച്ച് ജീവിക്കണമെന്ന്. മതത്തിന്റെ ശാസനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല അമീറെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ മുഴുവനും പറഞ്ഞത് റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഒരു യഥാർത്ഥ റബ്ബിന്റെ അടിമയായി ജീവിക്കുക എന്നുള്ള ഒരു സുന്ദരമായ ദീനിന്റെ ആത്മീയമായ വശമല്ല, മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ വ്യത്യസ്ത മനുഷ്യരും മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യത്ത് തീവ്രവാദപരമായി നടപ്പിലാക്കണമെന്നാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതും നിങ്ങൾ പ്രവൃത്തി പദത്തിൽ കാണിച്ചു തന്നിട്ടുള്ളതും ആ രീതിയാണ്. ഇന്ത്യ വിഭജനം, ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യം മോചിതമാകുമ്പോൾ ഈ രാജ്യം അനുഭവിച്ചത് ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരമായിരുന്നില്ല. ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അനുഭവിക്കേണ്ട സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മനുഷ്യർ ഒരു വിഭജനത്തിന്റെ കയ്പുനീര് കുടിച്ചിരുന്നു. രാജ്യത്തുള്ള മനുഷ്യർ പരസ്പരം പോരടിക്കുകയും വർഗീയമായി ചേരിതിരിവിലൂടെ കലാപം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് നിന്ന് വെള്ളക്കാരൻ പിൻവാങ്ങിയത് എന്നുള്ളത് ചരിത്രമാണ്.
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കേണ്ട ഘട്ടത്തിൽ രാജ്യം ഒരു വിഭജനത്തെയാണ് മുന്നിൽ കണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുകയുണ്ടായി. ആ വിഭജനത്തിലൂടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നിലവിൽ വരുമ്പോൾ പാകിസ്ഥാനിൽ നടപ്പിലാക്കേണ്ട രീതികൾ പരിചയപ്പെടുത്തി കൊടുത്തതും അതിന് മുന്നിൽ നിന്നതും അതിന് സ്വാധീനം ചെലുത്തിയതും നിങ്ങളുടെ നേതാവ് അബുൽ അല മൗദൂദിയാണ്. അബുൽ അല മൗദൂദി ഞങ്ങളുടെ നേതാവല്ല എന്നും അയാളുടെ ആശയം തീവ്രവാദമാണെന്നും അത് മതേതര രാഷ്ട്രത്തിൽ പറയാൻ പാടില്ലെന്നും ഒന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? എന്തായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു പ്രത്യേക ഭരണകൂടം രംഗത്ത് വന്നപ്പോ ആ ഭരണകൂടത്തിൽ ചെലുത്തിയ സ്വാധീനവും അവർക്ക് നൽകിയ ഉപദേശവും നിർദ്ദേശവും എന്തായിരുന്നു? നിങ്ങളാണ് ഈ 50-ാം വാർഷിക പതിപ്പിൽ എഴുതി വെക്കുന്നത് ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി. പച്ച മലയാളത്തിൽ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയ വൃത്തികേട് നിങ്ങൾ എഴുതി വെക്കുകയാണ്. ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി പാകിസ്ഥാൻ പ്രസ്ഥാനക്കാർ ഇസ്ലാമിന്റെ പേരും പറഞ്ഞാണ് പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടിയിരുന്നത്. പാകിസ്ഥാൻ മതരാഷ്ട്ര രാജ്യമാകാത്ത ഒരു അമർഷാണ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് എങ്ങനെ ഇടപെട്ടത്? അധികാര ലബ്ധിയോടെ പാകിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ചുവടുമാറ്റി. ഒരു ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താൻ അവർ താല്പര്യം കാണിച്ചില്ല. അങ്ങനെയുള്ള ഭരണകർത്താക്കൾക്ക് മുന്നിൽ നിങ്ങളുടെ മൗദൂദി അവർക്ക് രാജ്യത്ത് ഭരണം നടത്തേണ്ട ലക്ഷ്യങ്ങൾ വിവരിച്ചു കൊടുത്തു. കുറച്ച് പോയിന്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഈ സന്ദർഭത്തിൽ ലാഹോറിലെ ലോ കോളേജിൽ അഭ്യസ്ത വിദ്യരുടെ ഒരു വൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് മൗദൂദി പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരായ ദുഷ്പ്രചരണങ്ങൾക്ക് ശക്തിയുക്ത മറുപടി നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ ഭരണഘടന നിർമ്മാണ സമിതി ഉടനെ തന്നെ താഴെ പറയുന്ന 4 കാര്യങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യമായി നടപ്പിലാക്കണമെന്നും മൗദൂദി ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യമായി പാകിസ്ഥാന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മൗദൂദി കൊടുത്ത ആശയങ്ങൾ പച്ച മലയാളത്തിൽ ഈ മതേതര രാഷ്ട്രത്തിൽ നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നേതാവിനെ നേതാവായി കണ്ടിട്ട് ഒരു സുന്ദരമായ ആശയത്തിന്റെ വക്താക്കളാണ് ഞങ്ങളെന്നും സമാധാനത്തിന്റെ ആളുകളാണെന്നും പറയുന്നത് കാപ്പട്ടിയല്ലേ അമീറെ? എന്തായിരുന്നു അദ്ദേഹം കൊടുത്ത നിർദ്ദേശം? പാകിസ്ഥാനിൽ പരമാധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്തൊരാശയം മൗദൂദികളെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? പാകിസ്ഥാനിലെ മൗദൂദിയുടെ ആശയമല്ലാത്ത ഒരു മൗദൂദിയൻ ആശയം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? പാകിസ്ഥാനിലെ മൗദൂദി എന്ന് പറയും, ഇന്ത്യയിലെ മൗദൂദി എന്ന് വേറെയുമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? എന്താണ്? പാകിസ്ഥാനിൽ പരമാധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും. അള്ളാഹുവിന്റെ അഭിഷ്ടം നടപ്പിലാക്കുന്ന ഒരു മാധ്യമം എന്നത് മാത്രമായിരിക്കും ഭരണകൂടത്തിന്റെ പദവി. പാക് ഗവൺമെന്റ് അതിന്റെ അധികാരം ദൈവിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിനിയോഗിക്കും. നിങ്ങൾ അതിതീവ്രമായ മതരാഷ്ട്രവാദത്തിന്റെ ആശയങ്ങൾ പാകിസ്ഥാൻ ഭരണഘടനയിൽ ചേർക്കാൻ വേണ്ടി നിങ്ങളെ നേതാവ് നിർദ്ദേശം നൽകിയതാണ് എഴുതി വെച്ചത്. നിങ്ങൾ ഏത് കാലത്തും മതരാഷ്ട്രപക്ഷത്തെ നിങ്ങൾ നിന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വൈരുദ്ധ്യമാകുന്നില്ല. എൻ്റെ പരമാധികാരി ദൈവം തമ്പുരാനാണ്, എൻ്റെ പരമാധികാരി ദൈവം തമ്പുരാനാണ് എന്ന് പറയുന്നതിനർത്ഥം ഈ രാജ്യത്തെ വ്യവസ്ഥക്കും ഭരണഘടനക്കും വിരുദ്ധമാവുക എന്നാണോ? വിരുദ്ധമാവുക എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യനാണ് ഭരണാധികാരിയെങ്കിൽ അദ്ദേഹം തമ്മാടിയാണെന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് വഴിപ്പെടൽ കുഫറാണ് എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങളൊരു പ്രസിദ്ധീകരണത്തിന് മാത്രമല്ല, വായിച്ചാൽ തീരൂല. എത്ര പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചു ഇബ്നു ബാസിന്റെ ഫത്വകൾ. നിങ്ങളുടെ നേതാവല്ലേ? ഈ ഇബ്നു ബാസിന്റെ ഫത്വകൾ എന്ന പേരിൽ നിങ്ങൾ പച്ച മലയാളത്തിൽ ഇറക്കിയ, ഇന്നും നിങ്ങളുടെ IPH പോയാൽ ഇന്നും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഇന്നും നിങ്ങൾ വിറ്റയിച്ചു കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണമാണ്. ഈ പുസ്തകത്തിൽ എന്താ നിങ്ങൾ എഴുതി വെച്ചത്? അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ശറഇന് പകരം മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കനുസരിച്ച് വിധി കൽപ്പിക്കുകയും അത് അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവൻ ശരീഅത്തനുസരിച്ച് വിധിക്കലാണ് ഉത്തമമെന്ന് അവൻ പറഞ്ഞാലും അള്ളാഹു വിരുദ്ധമാക്കിയതിനെ അനുവദനീയമാക്കിയതിനാൽ അവൻ കാഫിറാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ശറഇനെ നിയമമാക്കൽ നിർബന്ധമാണെന്നും അങ്ങനെ ചെയ്യാത്തവൻ ദൈവധികാരിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇച്ഛക്കടിമപ്പെട്ടുകൊണ്ടോ ഭൗതിക താല്പര്യം മുൻനിർത്തിയോ വിധിക്ക് വിധേയമാകുന്ന വ്യക്തിയോട് ശത്രുതയുള്ളത് കൊണ്ടോ മറ്റു കാരണങ്ങളാലോ ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ചല്ലാതെ വിധി കൽപ്പിക്കുകയാണെങ്കിൽ അവൻ കുറ്റവാളിയും മഹാപാപിയുമാകുന്നു. ഇന്ന് ജമാഅത്ത് ഇസ്ലാമി ചെയ്യും പോലെ അവസരവാദത്തിനൊത്ത് സാഹചര്യം മനസ്സിലാക്കി കളിക്കുന്നത്. അവൻ കുറ്റവാളിയാണ്, മഹാപാപിയാണ്, നിങ്ങൾ എഴുതി വെക്കുകയാണ്. അവൻ ചെറിയ കുഫറും ചെറിയ അക്രമവും ചെറിയ ധിക്കാരവും പ്രവർത്തിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക. മൗദൂദിയുടെ ഖുത്ബാത്തിൽ അവൻ പച്ച കാഫിറാണ് എന്ന് എഴുതി വെച്ചതിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഇബ്നു ബാസിന്റെ ഫത്വകൾ ചെറിയ കാഫിറാണെന്നാണ്. എന്നാലും ഈ നിലക്ക് അവസരവാദത്തിനൊത്ത് സാഹചര്യം മുതലെടുത്ത് ഈ രാജ്യത്തുള്ള നിയമം ഉൾക്കൊള്ളുന്നത് ചെറിയ കുഫറാണെന്ന് എഴുതി വെച്ചു. അത് പരിശുദ്ധ ദീനിന്റെ ആശയമല്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങളെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും നിങ്ങൾ ചെലവഴിച്ചത് ഇതിനു വേണ്ടിയാണ്. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ കപട നാടകം കളിച്ചുകൊണ്ട് നിങ്ങളായി പ്രചരിപ്പിച്ച ആശയം മൂടിവെക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഓ അബ്ദുറഹ്മാൻ, ഓ അബ്ദുള്ളയുടെ സഹോദരൻ, ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താ? അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്തതും മനുഷ്യന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നതുമായ ഏത് വ്യവസ്ഥയും അനിസ്ലാമികമാണ്. അത് സ്ഥാപിക്കാനോ
ഉണ്ടാക്കാനോ നിലനിർത്താനോ മുസ്ലിമിന് പാടില്ലാത്തതുമാണ്. ഈ തീവ്രവാദമാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സമൂഹം മനസ്സിലാക്കണം, ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളണം. മതരാഷ്ട്രവാദം എന്നുള്ള ആശയവുമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന ആശയം തൊട്ടടുത്ത സമയത്തോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ അടുത്ത വർഷത്തിലോ നടപ്പിലാക്കാൻ കഴിയുന്നുള്ള ഒരു ഉദ്ദേശത്തിലോ ലക്ഷ്യത്തിലോ അല്ല അവർ മുന്നോട്ട് പോകുന്നത്. പതിയെയാണ് മതരാഷ്ട്രവാദം ഈ സമൂഹത്തെ പിടിച്ചുലക്കുകയും അവരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുകയും ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാശ്മീരിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തിട്ടത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ, ശ്രീലങ്ക ഇന്നും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥക്ക് കാരണം ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ, പാകിസ്ഥാനിലെ സമാധാനം തകർക്കപ്പെടുന്നതിന് മുന്നിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ, ബംഗ്ലാദേശിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ഭരണാധികാരികളെ കയ്യേറ്റം ചെയ്യാനും കൊലപാതകങ്ങൾക്ക് വരെ സാഹചര്യമൊരുക്കുകയും ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ, ആ രാജ്യത്ത് മുഴുവനും സമാധാനം തല്ലിക്കെടുത്തുന്ന വൈറസായി മുന്നിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ, ആ ഒരു രീതിയിലേക്ക് ഈ രാജ്യവും പോകുന്നത് വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മതരാഷ്ട്ര സങ്കല്പം എന്നുള്ളത് ഒരു സമൂഹത്തെ പെട്ടെന്ന് പിടികൂടിക്കൊള്ളണമെന്നില്ല. വരുന്ന ഒരു തലമുറയെ ആയിരിക്കാം അത് പിടികൂടുന്നത്. തേരട്ടയെ പോലെ അരിച്ചരിച്ചു വരുന്ന ഒരു വൈറസാണ് മതരാഷ്ട്രവാദം എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അതിഭീകരമായ ഈ വൈറസ്. അതൊരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഉറുമ്പുകൾ അരിച്ചു വരുന്നത് പോലെ ഈ മതരാഷ്ട്രവാദം നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് അരിച്ചരിച്ചു വരികയും ഭരണ സംവിധാനങ്ങളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്ത് അവസാന ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സമാധാനം തല്ലി തകർക്കുമെന്നുള്ളത് ഈ രാജ്യത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അത് അപകടകരമായി തീരും. ഇത്തരത്തിലുള്ള ഒരു അതിഭീകരമായ ആശയത്തെ നടപ്പിലാക്കാനുള്ള നാടകങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഏത് കാലയളവിലും നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യത്തെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സമാധാനത്തിന്റെ വക്താക്കളാകുന്ന മനുഷ്യരെയും പ്രസ്ഥാനങ്ങളെയും തള്ളിയിട്ട് ജമാഅത്തെ ഇസ്ലാമി പ്ലാച്ചിമടയിൽ കയറിക്കൂടി മൈലമ്മക്ക് കാവൽ നിന്നത് ഒരിക്കലും തന്നെ മതേതരത്വം ഉൾക്കൊണ്ടതുകൊണ്ടല്ല, ഒരിക്കലും തന്നെ സമാധാനത്തിന്റെ വക്താക്കളായതുകൊണ്ടല്ല. ഓണവും ക്രിസ്മസും വരുമ്പോ പള്ളിയിൽ വിരുന്നൂട്ടുന്നത് ഒരിക്കലും തന്നെ സമാധാനം ഉൾക്കൊണ്ടതുകൊണ്ടല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമായ ഓരോ ഘട്ടങ്ങളിലുമുള്ള നാടകങ്ങൾ നടത്തുന്നത് അവരുടെ ആശയത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയതുകൊണ്ടുമല്ല. അങ്ങനെയെങ്കിൽ അവരുടെ നിലപാട് പറയേണ്ടത് അവരുടെ നേതൃത്വമാണ്. ഞങ്ങളുടെ ഭരണഘടനയുടെ 4-ാം ഖണ്ഡികയിൽ ഞങ്ങൾ എഴുതി വെച്ചത് ഞങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്നും ആ ഒരാശയം ഞങ്ങൾ ഈ സമൂഹത്തിൽ ഒരിക്കലും തന്നെ പറയാൻ പറ്റിയ ആശയമല്ല പറഞ്ഞത് എന്നും ഇത്തരത്തിലുള്ള ആശയം ഈ സമൂഹത്തിൽ ഞങ്ങൾ പറഞ്ഞത് അബദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ തുറന്നൊരു മാപ്പ് പറച്ചിലിന് തയ്യാറാവുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അണികളെയോ ആ പ്രസ്ഥാനത്തെയോ എക്കാലത്തും തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തണമെന്നോ തീവ്രവാദികളായി ചിത്രീകരിക്കണമെന്നോ ഉള്ള ഒരു നിർബന്ധവും ഇവിടെ ഒരാൾക്കുമില്ല. മറിച്ച് ആശയത്തെ അവർ തിരുത്താതെ ആ ആശയം അവർ താൽക്കാലികമായി മറച്ചു പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും സമൂഹത്തിൽ നടക്കുന്ന ചില ഘട്ടങ്ങളിലുള്ള ചേർത്ത് പിടിക്കലുകളും കപടമായ നാടകങ്ങളിലൂടെ നടപ്പിലാക്കി ആ ആശയത്തെ മറച്ചു പിടിക്കുന്നത് അതിക്രൂരമായ അവരുടെ ആശയം നടപ്പിലാക്കാനും ഈ രാജ്യത്തെ മനുഷ്യർ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടാക്കാനുമാണ് ഇടവരുത്തുക എന്നുള്ളത് ഉൾക്കൊള്ളാതെ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം രാജ്യത്ത് അഭിമാനത്തോടുകൂടെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.